കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിറ്റി പോലീസ് ഡാൻസ് ഓഫ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻതോതിൽ രാസലഹരി പിടികൂടി. ചേരാനല്ലൂർ, വാഴക്കാല, കളമശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി 723 ഗ്രാം MDMA-യുമായി ബാങ്ക് ജീവനക്കാരൻ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി നഗരത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് ഇത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, നമുക്കറിയാം പലപ്പോഴായി ചെറിയ ചെറിയ അളവുകളിൽ ഇത് പിടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ആഘാതം എത്രയാണെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഴം എത്രയാണെന്ന് പലപ്പോഴും നമ്മൾ ലഘൂകരിച്ച് കാണാറുണ്ട്. പക്ഷേ ഒരേ സമയം നടന്ന പരിശോധനയിൽ ഇത്ര വലിയൊരു ലഹരി വേട്ട നടക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് കൊച്ചി നഗരം അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളൊക്കെ എത്രത്തോളം ഇതിൻ്റെ പിടിയിലാണ് എന്നതാണ്. എങ്ങനെയായിരുന്നു ഈ പരിശോധന? എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? ശ്രീജ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും അധികം ലഹരി വേട്ട നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും അധികം ലഹരി അന്വേഷണ സംഘം പിടികൂടുന്നത്. വലിയ ഒരു ക്യാമ്പയിൻ തന്നെയാണ് കേരളത്തിലുടനീളം ഈ ലഹരിക്കെതിരെ എടുത്തത്. പക്ഷെ അതിനിടയിൽ തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട് അല്പം ഒന്ന് പതുങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു. പോലീസിന്റെയൊക്കെ പരിശോധന അല്പം കുറയുന്ന രീതിയിലേക്ക് വരികയും അതിനെതിരായിട്ടുള്ള വിമർശനമൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നതിനിടയിലാണ് ഡാൻസ് ഓഫ് സംഘം ഇത്രയും വലിയ ഒരു ലഹരി വേട്ട വീണ്ടും കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാങ്ക് ജീവനക്കാരൻ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ വി നാഥ് ബാങ്ക് ജീവനക്കാരനാണ്. ഇയാളെയാണ് പോലീസ് പിടികൂടുന്നത്. ഇയാൾ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. 3 കിലോ MDMA ആണ് ഇയാൾ ഡൽഹിയിൽ നിന്നും ഒരു മാസത്തിൽ മാത്രം കൊണ്ടുവന്നത്. അതായത് ഈ മാസം മാത്രം കൊണ്ടുവന്നത് 3 കിലോ കഞ്ചാവാണ്. അത് ഓരോ ചെറിയ ചെറിയ പാക്കുകളാക്കി വിൽക്കുക എന്നതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ബാങ്ക് ജീവനക്കാരനാണ്, നല്ല ഉയർന്ന ശമ്പളമുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. അത് കൂടാതെയാണ് ആഡംബര ജീവിതം നയിക്കുന്നതിന് ഈ MDMA വിൽപ്പന കൂടി ഇയാൾ നടത്തിയിരിക്കുന്നത്. പോലീസ് ഇന്നലെ ഇയാൾ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തി പരിശോധന നടത്തിയപ്പോൾ അയാളുടെ പക്കൽ നിന്നും 750 ഗ്രാം MDMA ആണ് അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം ഒരുപാട് ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി കുറെ കൂടി കൈമാറാനുണ്ട് എന്ന വിവരം കൂടി പോലീസിന് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിവിധ ഇടങ്ങളിൽ ഇയാളെ ഉടനെ തന്നെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇയാളെ പിടികൂടിയത്. ഇന്നലെ തന്നെ റിമാൻഡിലാകുന്ന സാഹചര്യമായിരുന്നു. ഇന്നലെ ഉടനെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ പരിശോധനകളും അന്വേഷണവും ഒക്കെ നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനവും. എന്തായാലും വലിയ ഒരു ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. 3 കിലോ MDMA ഒരു മാസം മാത്രം 3 കിലോ MDMA എന്ന് പറയുന്നത് നിസ്സാരമല്ല, കോടികൾ വില വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്കാണല്ലോ നൽകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നത് കാര്യം. എന്തായാലും ഇയാൾ നിരന്തരം ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി MDMA കച്ചവടം നടത്തുന്ന ആളാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഇയാൾ ആർക്കൊക്കെയാണ് ഈ ലഹരി നൽകുന്നത്, ആരൊക്കെയാണ് ഇയാളിൽ നിന്ന് പണം നൽകി ഈ MDMA വാങ്ങുന്നത് എന്ന തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇയാളുടെ ഫോൺ പരിശോധനയിൽ നിന്നും ചില ആളുകളുടെ നമ്പറുകൾ ലഭിച്ചിട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇയാൾ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലൊക്കെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ഇയാളുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി താൻ ഇങ്ങനെ MDMA വിൽക്കുന്നുണ്ട്. അത് ഒരു മാസത്തിൽ ഏകദേശം 3 കിലോ MDMA ഒക്കെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. അതും വാട്ടർ ഹീറ്ററിലാണ് ഈ MDMA മറച്ചാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഇയാൾ കേരളത്തിലേക്ക് ഈ MDMA എത്തിക്കുന്നതെന്ന മൊഴി കൂടി പോലീസിന് നൽകുകയും ചെയ്തു. പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കളമശ്ശേരിയിലും ഇത്തരത്തിലുള്ള MDMA ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിരവധി പേരെ പിടികൂടാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കളമശ്ശേരിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും 2.20 ഗ്രാം MDMA കഞ്ചാവും പിടികൂടി. അത് അനസ്, ഫെബിന, ഒരു യുവതി കൂടിയാണ് ഇതിൽ പിടിയിലായിരിക്കുന്നത്. അനസ്, ഫെബിന എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവർക്ക് രാസലഹരി എത്തിച്ചു കൊടുത്തത് കണ്ണൂർ പാപ്പനശ്ശേരി സ്വദേശി ജാസിഫ് ആണെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിനെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറിക്ക് സമീപം വെച്ചാണ് 3.89 ഗ്രാം MDMA സഹിതം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും ഇവരെയൊക്കെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഇവരുടെയൊക്കെ വിശദമായിട്ടുള്ള മൊഴി എടുക്കുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഒക്കെ ഇവർ ലഹരി നൽകുന്നുണ്ടോ, ആരൊക്കെയാണ് ഇവരിൽ നിന്നും സ്ഥിരം ലഹരി വാങ്ങുന്നത്, ഉപയോഗിക്കുന്നത്? കുട്ടികളിലും വിദ്യാർത്ഥികളിലുമാണ്, ഈ കോളേജ് വിദ്യാർത്ഥികളിലും സ്കൂൾ വിദ്യാർത്ഥികളിലുമാണ് ഏറ്റവും കൂടുതൽ ലഹരി നൽകുന്നതെന്നൊരു വിവരമാണ് ഇവരിൽ നിന്ന് ലഭിച്ചത്. ആ തരത്തിലുള്ള ഒരിക്കലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും
നീങ്ങുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ വീണ്ടും ലഹരി വേട്ട നടത്തിയിരിക്കുകയാണ് പോലീസ്, അല്ലെങ്കിൽ ലഹരി വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലഹരി വേട്ട സജീവമാകുകയാണ്. പോലീസ് കർശനമായിട്ടുള്ള പരിശോധന തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഒഴിഞ്ഞിടങ്ങളിലൊക്കെ ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന ചില ആളുകളുടെ പരാതികളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് പട്രോളിംഗ് ഒക്കെ ശക്തമാക്കി കൊച്ചി നഗരത്തിൽ കർശനമായിട്ടുള്ളൊരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ രഹസ്യ വിവരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ജീവനക്കാരനാണ് പോലീസിന്റെ എന്നുള്ളതാണ്. ഇയാൾക്ക് നല്ല ഉയർന്ന ശമ്പളമുണ്ട് എങ്കിൽ പോലും അതിന്റെ മറവിൽ, ഈ ബാങ്ക് ജീവനക്കാരൻ എന്നതിന്റെ മറവിൽ ഒരു മാന്യനായി നടന്ന് ഇതിന് പിന്നിൽ തന്നെ MDMA കച്ചവടം നടത്തുന്നു എന്ന് കൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്, ആ പോയിന്റ് തന്നെയാണ്. നമ്മൾ കണ്ടതാണ് നേരത്തെ ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ എവിടെയും കയറി ചെന്ന് പോലീസ് നടത്തിയ പരിശോധനയൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. പ്രത്യേകിച്ച് സംവിധായകരുടെ ഫ്ലാറ്റിലാവട്ടെ, സിനിമാ സെറ്റുകളിലാവട്ടെ, അങ്ങനെ ആ തരത്തിൽ ഒരു വലിയ ബഹളം തന്നെ ഉണ്ടായിരുന്നു അക്കാലത്ത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഇതൊക്കെ അവസാനിപ്പിച്ച് പ്രത്യേകിച്ച് ഈ ലഹരി വേട്ട എന്ന് പറഞ്ഞ് കാര്യമായ അനക്കമൊന്നും ഇല്ലാത്തതാണ് നമ്മൾ കണ്ടത്. ആ സമയം കൊണ്ട് ഇത് ഇത്രയേറെ വ്യാപിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. സമൂഹത്തിൻ്റെ വളരെ ഉന്നത പദവിയിലിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ മുമ്പേ സംശയമുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇന്നത്തെ ഒരു പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ഇത് വീണ്ടും വ്യാപകമായി നടത്താൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഈ ഒരൊറ്റ റെയ്ഡോടെയും പരിശോധനയോടെയും കാര്യങ്ങൾ വീണ്ടും കഴിയുമോ? എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇതിന്റെ അന്വേഷണം സമഗ്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം ഈ ലഹരി കേസുമായി പിടിയിലാകുന്നത് ചെറിയൊരു കണ്ണിയായിരിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ എപ്പോഴും ഒളിവിൽ തന്നെയായിരിക്കും. അവരെ പിടികൂടുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് ഉറപ്പായും അങ്ങനെ പിടികൂടുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും കേരള പോലീസ് പോകേണ്ടി വന്നാൽ പോകുമെന്നത് ഇതിനു മുൻപ് തന്നെ തെളിയിച്ചിട്ടുമുണ്ട്. ഇത് വലിയൊരു ശൃംഖല തന്നെയാണ്. ഇവരെ ഓരോരുത്തരും ഇപ്പൊ പിടികൂടിയിരിക്കുന്ന അർജുൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ആളുകളായിക്കോട്ടെ, ഇവരൊക്കെ ചെറിയ കണ്ണിയായിരിക്കും. ഇവരുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ലഹരി എത്തിക്കുന്ന, ഈ ഡൽഹിയിലേക്ക് ചെന്നാൽ ആരെ കോണ്ടാക്ട് ചെയ്യണം, ആരിൽ നിന്നാണ് ഈ ലഹരി വാങ്ങുക, ആർക്കാണ് പണം നൽകുക, അങ്ങനെ വലിയൊരു ശൃംഖല തന്നെയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശൃംഖലയെല്ലാം വേരോടെ പിഴുതെറിയുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും കേരള പോലീസ് കൃത്യമായിട്ടുള്ള പരിശോധന ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്യാമ്പയിൻ തന്നെയാണ് കേരളം മുഴുവനും ഏറ്റെടുത്തിരുന്നത്. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് അല്പം അതിന്റെ ഒരു പരിശോധന അല്ലെങ്കിൽ പോലീസിലെ ആൾക്ഷാമമൊക്കെയാണ് അതിന്റെ ഒരു കാരണമെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കിട്ടുന്ന രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പട്രോളിങ്ങിലൊക്കെ പോലീസിന്റെ സുരക്ഷയും അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിരീക്ഷണവും ആ വഴിക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ ശ്രീജ നേരത്തെ ചോദിച്ചു വന്നത് ഈ ഇത്തരത്തിൽ ഈ ജീവനക്കാർ, ബാങ്ക് ജീവനക്കാരനാണ്, മാന്യമായിട്ടുള്ള ജോലി ചെയ്യുന്നതാണ്, ഈ ആളുകളിലേക്ക് വരുന്ന, അതായത് ഈ ബാങ്കിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ പോലും പലപ്പോഴും ഇയാൾ ഇങ്ങനെ ലഹരി അല്ലെങ്കിൽ ഇയാളുടെ വലയിലാക്കുന്നുണ്ട് എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവനക്കാരനാണ്, വരുന്ന കസ്റ്റമേഴ്സിൽ പലരുമായിട്ട് പിന്നീട് സൗഹൃദം ഉണ്ടാക്കുകയും അവർക്കൊക്കെ ഈ ലഹരി വിതരണം ചെയ്തിട്ടുണ്ടെന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇയാളെ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പോലീസിന് അതിൽ ചില കൃത്യത വരുത്തുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും അർജുനെ ഈ പിടികൂടി അയാളിൽ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങൾ തേടി ഇയാളുടെ ഫോൺ അടക്കം പരിശോധിച്ച ശേഷം കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീട്ടാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് അല്ലെങ്കിൽ ഈ ലഹരി വേട്ട അത് അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് തന്നെയാണ് തീരുമാനവും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ നടത്തിയ ഈ ലഹരി വേട്ടയും എന്ന് നമുക്ക് കരുതാം. ശ്രീജ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.